Chapter 3. Chapter 3. Electromagnetic induction. Electromagnetic induction. Okay. Now chapter 3. Okay. Okay, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ വൈദ്യുതി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. എന്തുപയോഗിച്ചിട്ട്? മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട്. സോ ഇലക്ട്രോ, ദ വേർഡ് ഇലക്ട്രോ മീൻസ് ഇലക്ട്രിസിറ്റി. അതായത് എന്താണ്? കറന്റ്. മാഗ്നറ്റിക് മീൻസ് എന്താണ്? മാഗ്നറ്റ്, കാന്തം. ക്ലിയർ? ഇൻഡക്ഷൻ മീൻസ് പ്രൊഡ്യൂസ്, ഉൽപാദിപ്പിക്കുക. അപ്പൊ ചേർത്തത് പറഞ്ഞു നോക്കേ. പ്രൊഡ്യൂസ് മാഗ്നറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉണ്ടാക്കുക. എന്തുപയോഗിച്ച്? കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെ? അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ബേസിക് ആയിട്ട്. ഒന്നാമത് നമ്മൾ അറിയേണ്ടത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും EMFും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്: പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് EMF. നോക്കാം. ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനു മുന്നേ ഒരു ക്ലാസ്സിൽ സാർ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം. ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്ത് ഫീൽഡ് ഉണ്ട്? സാറ് വരച്ചിരിക്കുന്ന ഈ ലൈനിനെ വിളിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇതിന്റെ പേരെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ദിസ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. നമ്മൾ വരയ്ക്കുന്ന ലൈനാണ്. അങ്ങനെ ഒരു ലൈൻ ഒന്നുമില്ല. എന്തിനാണ് ഈ ലൈൻ വരയ്ക്കുന്നത്? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എവിടെയെല്ലാം ഉണ്ട് എന്നറിയാൻ വേണ്ടി, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ലൈന് വരയ്ക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ശക്തി എവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. പോസിറ്റീവ് ചാർജിന്റെ ശക്തി കാണിക്കുന്ന ലൈൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വരയ്ക്കേണ്ടത്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. ഇതുപോലെ നെഗറ്റീവ് ചാർജിനും അതിന് ചുറ്റും ശക്തി ഉണ്ടാവും. മനസ്സിലായോ? അതിന്റെ ഫീൽഡ് ഉണ്ടാവും. അത് പുറത്തു നിന്ന് അകത്തേക്കാണ് വരയ്ക്കേണ്ടത്. എങ്ങോട്ടാണ്? പുറത്തു നിന്നും അകത്തേക്ക്. അപ്പൊ രണ്ടുപേരുടെ ഫീൽഡ് വേറെ വേറെയാണെന്ന് മനസ്സിലായോ? രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒരാള് എന്താണ്? അകത്തു നിന്ന് പുറത്തേക്കാണെങ്കിൽ ഒരാള് പുറത്തു നിന്ന് എന്താണ്? അകത്തേക്കാണ്. ഇവർ രണ്ടുപേരും അടുപ്പിച്ച് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരാള് വളഞ്ഞകത്തേക്ക് വരും. കണ്ടോ? അതായത് ഇത് പുറത്തേക്കുള്ളത്, ഇത് അകത്തേക്കുള്ളത്. പുറത്തേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്, അകത്തേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് രണ്ടും കൂടി ജോയിന്റ് ആവും. കണ്ടോ? അതാണ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കാന്തവും. നോർത്ത് പോളും സൗത്ത് പോളും അടുപ്പിച്ച് വന്നാൽ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്യാൻ കാരണം ഈ പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും പോലെ തന്നെ ഈ കാന്തത്തിന് ചുറ്റും ഇതേപോലെയുള്ള ഫീൽഡുകളുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ കാന്തത്തിന് എന്ത് പറയും? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം. എന്താണ്? കാന്തിക മണ്ഡലം. ഇപ്പൊ നമ്മൾ നോർത്ത് പോൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ട്. കണ്ടോ? സൗത്ത് പോൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ട്. കണ്ടോ? അപ്പൊ നോർത്ത് പോൾ സൗത്ത് പോൾ അടുപ്പിച്ച് വന്ന് എന്ത് സംഭവിക്കും? ഇതേപോലെ സംഭവിക്കും. എന്താണ്? നോർത്ത് പോളിൽ നിന്ന് കാന്തിക മണ്ഡലം സൗത്ത് പോളിലേക്ക് പോകും. കണ്ടോ? അങ്ങനെ അവർ തമ്മിൽ അട്രാക്ഷൻ ആവും. ഒരു കാരണവശാലും ഇതേപോലെ പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും വെവ്വേറെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു കാന്ത് കൊടുത്തു ഇത്രയും നീളത്തില്. ഈ കാന്തത്തിന്റെ ഒരു സൈഡ് നോർത്ത്, ഒരു സൈഡ് സൗത്ത് ആണ്. നമ്മൾ ഈ കാന്ത് ഇങ്ങനെ കട്ട് ചെയ്ത് 2 കഷ്ണമാക്കി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ സൗത്ത് ആവും, ഇവിടെ നോർത്ത് ആവും. അതായത് ഓരോ ചെറിയ കഷ്ണവും ഓരോ കാന്തമാവും. എല്ലാ കാന്തങ്ങൾക്കും 2 അറ്റങ്ങൾ ഉണ്ടാവും, നോർത്തും സൗത്തും. ബട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയില് പോസിറ്റീവ് ചാർജിനെ വേറെ, നെഗറ്റീവ് ചാർജിനെ വേറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ?
കാന്തത്തിന് അങ്ങനെ പറ്റില്ല. കിട്ടിയോ? അപ്പൊ അതാണ് കാന്തവും ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡും അതൊക്കെ തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസങ്ങൾ. നമ്മളുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം EMF എന്താണെന്ന് മനസ്സിലാക്കണം. ദെൻ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കിട്ടിയോ? അപ്പൊ ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പോസിറ്റീവ് ചാർജ് ഒരു കാരണവശാലും ഒരു പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യില്ല. കാരണം നമ്മളിപ്പോ കണ്ടു. കാരണം എന്താ? പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജ് വരണം. കാരണം നെഗറ്റീവ് ചാർജിന്റെ അകത്തേക്കാണ് ഫീൽഡ്. കണ്ടോ? അപ്പോഴല്ലേ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ഇങ്ങനെ വളഞ്ഞ് നെഗറ്റീവ് ചാർജിലേക്ക് പോകുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ജസ്റ്റ് ഇമാജിൻ, ഇതിന്റെ പുറത്തേക്ക് ഇതിന്റെ പുറത്തേക്ക്. കണ്ടോ? അപ്പൊ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും? വളഞ്ഞു പോകും. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൊണ്ടുവന്നു, ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ നിന്ന് പുറത്തേക്ക്, ഇവിടെ നിന്ന് പുറത്തേക്ക്, ഇത് രണ്ടും അടുത്ത് വന്നു. ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വളഞ്ഞുപോയി, ഇതിങ്ങനെ വളഞ്ഞുപോയി. കണ്ടോ? അപ്പൊ ഇവരൊരിക്കലും എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. ഇതുപോലെ നമ്മളൊരു കാന്തം കൊണ്ടുവന്നു, നോർത്ത് സൗത്ത്. ഒരു കാന്തം കൊണ്ടുവന്നു, സൗത്ത് നോർത്ത്, രണ്ട് സൗത്ത്. കണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്താണ്? സൗത്ത് നോർത്ത്, നോർത്ത് സൗത്ത്, ഈ രണ്ട് നോർത്ത്. ഈ രണ്ട് സിറ്റുവേഷനിലും ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇതിന് മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പുറത്തേക്കാണോ? ഇതും പുറത്തേക്കാണ്. ഇത് രണ്ടും എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. അത് മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ ഓപ്പോസിറ്റ് പോളുകൾ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അട്രാക്ട് ചെയ്യുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ എന്താണ്? ജോയിന്റ് ആവുള്ളൂ. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണെങ്കിൽ സാറ് ഇത് ഇവിടെ നിന്ന് ഒരു പോയിന്റ്, ഇത് ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് എടുത്തിട്ട് പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ. ആ പോസിറ്റീവ് ചാർജിന് ചുറ്റും ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കണ്ടോ? അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ശക്തി ഉപയോഗിച്ച് ഇതിനെ എന്ത് ചെയ്യും? ഒരു തള്ളു കിട്ടും. റിപ്പൽ ചെയ്യും, അട്രാക്ട് ചെയ്യില്ല, മറിച്ച് എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്യും. ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ബട്ട് എനിക്ക് ഇവിടെ തന്നെ അതിനെ കൊണ്ടുവന്ന് എത്തിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിനെ പൊക്കിയെടുത്ത് ഒരു ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ പ്രയോഗിക്കുന്നത് ഒരു ഫോഴ്സ് ആണ്, ബലമാണ്. എന്താണ് പ്രയോഗിക്കുന്നത്? ഒരു ഫോഴ്സ്. ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ ഇത്രയും ദൂരം അതിനെ നീക്കി, ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഉപയോഗിച്ച് ഇത്രയും ദൂരം നീക്കി. ആ ഫോഴ്സിനെ ഞാൻ നീക്കിയ ദൂരം, ഡിസ്പ്ലേസ്മെന്റ് എസ്, ഫോഴ്സ് എഫ് കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് കിട്ടുന്നത് വർക്കാണ്. എന്താണ്? വർക്ക്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വർക്ക് ഈസ് ഈക്വൽ ടു എഫ്എസ്. പഠിച്ചിട്ടില്ലേ 9ാം ക്ലാസ്സിൽ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും നമ്മൾ എന്തോരമാണോ നീക്കം ചെയ്തത് ആ നീക്കം ചെയ്ത ദൂരവും തമ്മിൽ ഗുണിക്കുന്നതാണ് എന്ത്? വർക്ക്. അപ്പോ ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് മറ്റൊരു പോസിറ്റീവ് ചാർജിന് അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു വർക്ക്. ആ വർക്കാണ് പൊട്ടൻഷ്യൽ. ആ വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ 10 പൊട്ടൻഷ്യൽ ഉപയോഗിച്ചു. എത്ര ഉപയോഗിച്ചു? 10 പൊട്ടൻഷ്യൽ. അത്രയും വേണ്ട എനിക്ക് ഇവിടം വരെ കൊണ്ടുവരാൻ. കാരണം ഇങ്ങോട്ട് വരുന്തോറും ഇതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒരു പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇവിടം വരെ കൊണ്ടുവരാൻ എനിക്ക് 3 പൊട്ടൻഷ്യൽ മതിയായിരുന്നു. എത്ര മതിയായിരുന്നു? 3 മതിയായിരുന്നു. എന്നാൽ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇവിടം വരെ കൊണ്ടുവരാൻ എനിക്ക് എത്ര വേണം? 10 വേണം. കുറച്ചും കൂടുതൽ ദൂരമുണ്ട്. മനസ്സിലായോ? ഇനി ഇതിന്റെ അടുത്തേക്ക് പോകുന്തോറും ഇതിന്റെ ശക്തി എന്ത് ചെയ്യും? തള്ളച്ച് കൂടും, അല്ലെ? റിപ്പൽഷൻ കൂടും. അപ്പൊ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ. അപ്പൊ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഏറ്റവും പൊട്ടൻഷ്യൽ കൂടുതൽ എവിടെയായിരിക്കും? ഏറ്റവും പൊട്ടൻഷ്യൽ കൂടുതൽ ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തായിരിക്കും. മനസ്സിലായോ? അതിൽ നിന്ന് അങ്ങനെ തോറും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കുറവായിരിക്കും. സോ വാട്ട് യു മീൻ ബൈ സർ? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ, the work done to move a positive charge from infinity to that point. A എന്നൊരു പോയിന്റ് ഉണ്ട്, B എന്നൊരു പോയിന്റ് ഉണ്ട്. A യിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ എവിടെന്നോ ഒരു പോസിറ്റീവ് ചാർജ് എടുത്ത് A യിൽ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക്. That is the potential at A denoted by V. V. What is the potential at B, sir? എവിടെന്നോ ഒരു പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റി, അനന്തതയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് B യിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യണം? അതാണ് എന്ത്? B യിലെ പൊട്ടൻഷ്യൽ. That is potential, not potential difference. Potential. Clear? ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇപ്പൊ നമുക്ക് 2 പോയിന്റ് അറിയാലോ. ഇവിടെ നമുക്ക് ഇത് എവിടെന്നാ എടുത്തെന്ന് അറിയില്ല. എവിടെന്നോ ഇൻഫിനിറ്റി, അനന്തത. അനന്തതയിൽ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവരാൻ എടുക്കുന്ന പൊട്ടൻഷ്യൽ വർക്കാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അനന്തതയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. എന്നാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനിക്കറിയാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ B യിൽ നിന്ന് A യിലേക്ക് കൊണ്ടുവരാൻ എന്തോരം വർക്ക് ചെയ്യണം? ഇവിടെ ഓൾറെഡി 3 വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ അനന്തതയിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണ് 10. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല, ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ എത്രയാണ്? 10. ഈ അറ്റത്ത് നിന്ന് ഇവിടെ വരെ എത്രയുണ്ട്? 3.
അപ്പൊ ഇവിടം വരെയുള്ള 3 കഴിഞ്ഞിട്ട് ബാക്കി ചെയ്താൽ പോലെ ഇവിടെ എത്താൻ. അതായത് ഞാൻ ബിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് എയിൽ കൊണ്ടുവരണമെങ്കിൽ 10 ചെയ്യണോ? വേണ്ട. എത്ര ചെയ്താൽ മതി? ഒരു 7 കൂടി ചെയ്താൽ പോലെ മതിയില്ലേ? മതി. അതങ്ങനെ കണ്ടുപിടിച്ച് ഈ 10 ന്ന് ഈ 3 കുറച്ചു 10 മൈനസ് 3. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ നിന്ന് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ എന്ത് ചെയ്തു? കുറച്ചു. ദിസ് ഈസ് അവർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതെന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായി? അപ്പൊ നമ്മളൊരു ബാറ്ററി നമ്മൾ ബൾബുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ സർക്യൂട്ടിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ കാണും ഇങ്ങനെ ഒരു സാധനം കാണും. 6 വോൾട്ടേജ് ഉണ്ടോ? What does it mean? It means potential difference. ഇതാണ് പോസിറ്റീവ് ചാർജ്. വലിയ വരെ സൂചിപ്പിക്കുന്ന പോസിറ്റീവ് ചാർജ്, ചെറിയ വരെ സൂചിപ്പിക്കുന്ന നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് എടുത്ത് പൊക്കി ഈ വയറിലൂടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്, പൊക്കി ഇവിടെ വന്ന് ചേരണം കണ്ടോ? അതിന് എന്തോരം വർക്ക് ചെയ്യണോ ആ ഡിഫറൻസ് ആണ് എന്താ? 6 വോൾട്ടേജ്. 6 വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് എ ആൻഡ് ദിസ് പോയിന്റ് എന്താണ്? ബി. കണ്ടോ? എയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് പൊക്കി എടുത്ത് ബി വരെ കൊണ്ടുവരണം. അപ്പൊ എയിലും ബിയിലെയും പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 6 വോൾട്ടേജ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ കറണ്ട് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതെ കറണ്ട് ഒഴുകില്ല. ഓർമ്മയുണ്ടോ? നമ്മളൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തു, ക്ലിയർ. വേറൊരു പാത്രത്തിൽ അതേപോലത്തെ വേറൊരു പാത്രം എടുത്തു, ഒരു കണക്ഷൻ കൊടുത്തു. വാട്ട് ഹാപ്പൻ? ഈ വാട്ടർ ഇങ്ങോട്ട് ഒഴുകും. കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൂടുതലാണ്, എനർജി കൂടുതലാണ്, ഇവിടെ എനർജി കുറവാണ്. അപ്പൊ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? വാട്ടർ ഒഴുകും. മോളിൽ താഴേക്ക് എന്ത് ചെയ്യും? വാട്ടർ ഒഴുകും. മനസ്സിലായി? മൊബൈൽ ചാർജിനെ കുത്തിയിടുമ്പോൾ കറണ്ട് ഉള്ള സ്ഥലത്ത് നിന്നും ചാർജ് ഇല്ലാത്ത മൊബൈലിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ഒഴുകും. ഓക്കെ. അപ്പൊ അതുപോലെ ഇവിടെ 6 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഒഴുകി എന്താണ്? ഇതിലൂടെ ഇവിടെ എത്തി ഡിസ്ചാർജ് ചെയ്യും. ആക്ച്വലി പോസിറ്റീവ് ചാർജ് അല്ല പോകുന്നത്. ആരാണ് പോകുന്നത്? ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോൺ ഇതിലൂടെ മൂവ് ചെയ്ത് ഇതിലൂടെ എത്തി ഇവിടെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇവിടെ ഒന്ന് കുറഞ്ഞ് ലാസ്റ്റ് 4 വോൾട്ടേജ് ആവും. ഇവിടെ ഡിഫറൻസ് 3 വോൾട്ടേജ് ആവും. ഇവർ തമ്മിൽ 2 വോൾട്ടേജ് ആവും, 1 വോൾട്ടേജ് ആവും, 0 വോൾട്ടേജ്. ഇവർ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ കറണ്ട് ഇല്ല, ബൾബ് ഓഫ് ആയി പോകും. അത്ര നേരം വരെ ബൾബ് എന്ത് ചെയ്യും? കത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഈ ഇലക്ട്രോൺ ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ ബൾബ് എന്ത് ചെയ്യും? കത്തും. കിട്ടിയോ? ഇലക്ട്രോൺ ഇവിടെ എത്തി ഡിസ്ചാർജ് ചെയ്ത് അതായത് ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുമായിട്ട് ചേർന്ന് ന്യൂട്രൽ ആയി പോകും. അങ്ങനെ ചിന്തിക്കുക. അപ്പൊ ഇലക്ട്രോൺസ് ഇതിലൂടെ ഡിസ്ചാർജ് ലാസ്റ്റ് ഇലക്ട്രോൺ മുഴുവനും പോയില്ല. ഇവിടത്തെയും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആവുന്ന സമയത്ത് ഇവിടത്തെയും പൊട്ടൻഷ്യൽ എന്താവും? സെയിം ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാണ്ടായി പോകും. മനസ്സിലായോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാണ്ടായി പോകും. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 4.5, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 3. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. അപ്പോ ഇവിടെ നിന്നും ഇങ്ങനെ 3, ഇവിടെ 4.5. അപ്പൊ ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.5 വോൾട്ടേജ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബാറ്ററി അങ്ങനെയാണ്, അത് 1.5 വീനേജ്. അതിന്റെ അർത്ഥം ഇവിടുത്തെ പോസിറ്റീവ് ചാർജിലെ നെഗറ്റീവ് ചാർജിലെ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1.5 വി. ക്ലിയർ? അപ്പൊ സപ്പോസ് ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ, ഇവിടെ നിന്ന് ഒരു 0.5 ഇതിലൂടെ വന്ന് ഇവിടെ ഒന്ന് ചേർന്നു. അപ്പൊ ഇവിടെ എത്രയായി? 3.5 ആണോ? അപ്പൊ ഇവിടെ എത്രയായി? 4. അപ്പൊ ഇവര് തമ്മിൽ ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. 0.5 ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? വീണ്ടും ഒഴുകും. വീണ്ടും ഇവിടെ നിന്ന് പോയി ഇവിടെ ഒരു 3.75 ഒരു 0.25 ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ ബാലൻസ് എത്രയുണ്ട്? 3.75. ഇനി ഇവിടെ നിന്ന് ഒഴുകാൻ പറ്റില്ല. കാരണം രണ്ട് സ്ഥലത്തും എന്താണ്? സെയിം ആയി. ബാറ്ററി എന്താണ്? ഫ്യൂസ് ആയി പോയി. നമ്മൾ ബാറ്ററി എടുക്കുക. സോ ദിസ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ. ഇനി നമ്മള് ചെറുപ്പത്തിലൊക്കെ എന്താണ് ഈ എഴുകുന്ന സാധനത്തിൽ പോയിട്ടുണ്ടോ? അതായത് ഈ പാർക്കിലൊക്കെ പോകുമ്പോ ഇതിങ്ങനെ ഒരു സാധനം നമുക്ക് ഇഴുകി പോരാ. ഇവിടെ ഒരു പടിയുണ്ട് കേറാൻ. അപ്പൊ നമ്മുടെ അമ്മച്ചിയൊക്കെ കൈ പിടിച്ച് നമ്മളെ കയറ്റി ഇവിടെ മോളിൽ കൊണ്ടിട്ട് ഇവിടെ ഇരുത്തും. നമ്മൾ ഇരിക്കാണ്ട് വരും താഴെ. ഓക്കെ. ഇവിടെ നോക്കൂ, നമ്മളിവിടെ പൊക്കി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി വേണ്ടേ? ബാമോനെ പൊക്കി കൊണ്ടുവരണ്ടേ? ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ ഒരാൾ വേണ്ടേ? ഒരു എനർജി വേണ്ടേ? എന്നാൽ അത് മോളിൽ വിട്ട പിന്നെ ആരെങ്കിലും വേണോ? വേണ്ട. ശ്രദ്ധിക്കണോട്ടോ സാർ പറഞ്ഞത്. മനസ്സിലായോ? പൊക്കിയെടുത്ത് അതിന്റെ മോളിൽ കൊണ്ടുവരാൻ എന്ത് വേണം? ഒരാൾ വേണം.
സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾ വേണം, വേണ്ടേ? ചെറിയ കുട്ടികളാണെങ്കിൽ ഭാവങ്ങളെ പിടിച്ചു പോക്കി അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ വിടാം, പിന്നെ അവന് സൂപ്പറായിട്ട് കഴിപ്പൊക്കുള്ളൂ, ഇല്ലേ? ഇല്ലേ? അപ്പൊ ഒരാൾ ഒരു എനർജി സ്റ്റാർട്ട് ചെയ്യാൻ എനർജി വേണം, പിന്നെ നോക്കോളൂ. സ്റ്റാർട്ട് ചെയ്യാൻ ഒരു എനർജി വേണം. അതുപോലെ ലിസൺ കേട്ടാ, നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ഒരു ബൾബ് കത്തിക്കാൻ പോലും സാർ. ഓക്കെ, ഈ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ 6 വോൾട്ടേജ് ആണ്. ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 6 വോൾട്ടേജ് ബാറ്ററി. ഇപ്പോ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 6 വോൾട്ടേജ്. ഓക്കെ, ഈ യാത്ര ആരംഭിക്കാൻ പോകുന്നു, കറണ്ട് ഇലക്ട്രോൺ ആരംഭിക്കാൻ പോവുകയാണ് എന്റെ യാത്ര. അപ്പൊ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 6 വോൾട്ടേജ്. 5 മിനിറ്റ് കഴിഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു 5.5 വോൾട്ടേജ്. ഇത്രയും 5.5 വോൾട്ടേജ്. ക്ലിയർ ആണോ സാർ പറയണേ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ കുറഞ്ഞു. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5.4 വോൾട്ടേജ്. ഓക്കെ, കുറച്ച് നേരം കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു, 5.3 വോൾട്ടേജ്. ഓക്കെ, ഇതൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇതൊക്കെ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. EMF എന്തായിരുന്നു? 6 വോൾട്ടേജ്. EMF എന്തായിരുന്നു? 6 വോൾട്ടേജ്. അപ്പൊ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? അതെ. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? അതെ. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF തമ്മിലുള്ള വ്യത്യാസം. EMF സ്റ്റാർട്ടിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. തുടങ്ങിയപ്പോ എത്രയായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അതാണ് EMF. മനസ്സിലായോ പറയണേ? ഇപ്പൊ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു 5.3 ഓഫ് ആയി. ഇനി ഞാൻ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 5.3. സ്റ്റാർട്ട് ചെയ്യാൻ എത്രയാണ് ഇപ്പോ? 5.3. അപ്പൊ EMF എത്രയാണ്? 5.3. EMF എത്രയാണ്? 5.3. മനസ്സിലായോ? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയല്ലേ സാർ EMF? അതെ. പിന്നെ ഇതിലെ രണ്ട് ടേം. EMF is the starting potential difference. ക്ലിയർ ആണോ സാർ? ഒരു പക്ഷേ ഇത് നിർത്താതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 0.5 വോൾട്ടേജ് എത്തി. 0.5 വോൾട്ടേജ് എത്തിയപ്പോൾ ബൾബിന്റെ ഇത് കുറയാൻ തുടങ്ങി, പ്രകാശം കുറയാൻ തുടങ്ങി. ഓക്കെ, എന്നാൽ ബൾബ് ഇങ്ങനെ എന്താണ് പതുക്കെ ഇങ്ങനെ കിട്ടിയോ? ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഓൺ ചെയ്തു, കത്തണില്ല. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, 0.5 ഉണ്ട്, ബട്ട് കത്തണില്ല. മിനിമം എത്ര വേണം? 1 വോൾട്ടേജ് വേണം. മിനിമം എത്ര വേണം? 1 വോൾട്ടേജ്. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര വേണം? 1 വോൾട്ടേജ്. അപ്പൊ ഈ 1 വോൾട്ടേജ് എന്താണ്? EMF. സാർ പറഞ്ഞ മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 വോൾട്ടേജ് എങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 വോൾട്ടേജ് എങ്കിലും ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ആ 1 വോൾട്ടേജ് എന്താണ്? EMF ആണ്. എന്നാൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ ചിലപ്പോൾ 1 വോൾട്ടേജ് താഴെ പോകും, അപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് വേണമായിരുന്നു? 1 വോൾട്ടേജ് വേണമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് നിങ്ങളുടെ ലെവലിൽ എങ്ങനെ മനസ്സിലാക്കി എടുക്കാം? EMF എന്ന് മനസ്സിലാക്കി എടുക്കാം. ഹയർ ലെവലിൽ നിങ്ങൾ വേറെ രീതിയിലും കൂടി മനസ്സിലാക്കും. ഇതിന്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോണിനെ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇറങ്ങി പോടാന്ന് പറയുമ്പോൾ ഓടി ഇവിടെ എത്തണം. പോ എന്ന് പറയുന്ന ഫോഴ്സ്, അതാണ് എന്ത്? EMF. മനസ്സിലായോ? ഇലക്ട്രോണ് എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞാൽ അവിടെ തള്ളി വിടണം. നമ്മൾ പൊക്കിയെടുത്ത് പോ മോനെ എന്ന് പറഞ്ഞാൽ തള്ളി വിടില്ലേ? അതാണ് എന്ത്? EMF. EMF കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായം വേണ്ട, അങ്ങനെ പൊക്കോളൂ. പറഞ്ഞ മനസ്സിലായോ? കിട്ടിയോ? ഈ മറ്റേ നമ്മുടെ ചീട്ടുകൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു സംഭവമില്ലേ, കണ്ടോ നിങ്ങള്? അത് ആദ്യത്തെ ഒന്ന് കൊടുത്താൽ മതി, പിന്നെ എന്താണ് ചക 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 പറയാൻ പൊക്കോളൂ ഇല്ലേ? ആദ്യം കൊടുക്കുന്നില്ലേ? ആദ്യം കൊടുക്കുന്നത് അതാണ് എന്ത്? EMF. മനസ്സിലായ? പിന്നെ ഇതിന്റെ ആവശ്യമില്ല, EMFന്റെ ആവശ്യം ഇല്ല. പിന്നെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തീരുന്നത് വരെ കറണ്ട് എന്താണ്? ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായ? ഇതൊക്കെ 3 ടേമുകൾ ഇനി ഭാവിയിൽ ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നതാണ് ഫിസിക്സിൽ. ഇതിന്റെ അർത്ഥം ശരിക്കും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്? EMF. അത്രയെങ്കിലും ഇല്ലെങ്കിൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. ഓക്കെ, ഈ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് പൊട്ടൻഷ്യൽ?
the work done to move a positive charge from an infinity to that point. ഇൻഫിനിറ്റി അനന്തതയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ്, ജോലിയാണ്, വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ. എന്നാൽ രണ്ട് പോയിന്റുകൾ, നമുക്ക് രണ്ട് പോയിന്റുകളുടെ പൊട്ടൻഷ്യൽ അറിയാം. ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ടു മൂവ് എ പോസിറ്റീവ് ഫ്രം എ ടു ബി, എ ടു ബി. അപ്പൊ അവിടെ തുടക്കവും നമുക്കറിയാം, ഒടുക്കവും നമുക്കറിയാം, എങ്കിൽ അതാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മറ്റേ നമുക്ക് തുടക്കം അറിയില്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ആണെന്ന് പറയും. കിട്ടിയോ? യെസ്. ഇനി സാർ പറയുന്ന ഒരു എക്സാമ്പിൾ ആലോചിക്കുക. നമ്മളിവിടെ വെള്ളപ്പൊക്കം വന്നാലേ, വെള്ളപ്പൊക്കം വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇപ്പൊ സപ്പോസ് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കുറെ എന്താണ് ബക്കറ്റ്, പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റുകളൊക്കെ ഇരിക്കണേ, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. ഇങ്ങനെ ബക്കറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് സൈഡിൽ, ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഒരെണ്ണം ഇപ്പുറത്ത് പിക്കാൻ വെച്ചേക്കാണ് കടയാണ്. വെള്ളപ്പൊക്കം വരുന്ന പറയുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. ഓക്കെ, വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതേപോലെ നീങ്ങില്ലേ, ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇടിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതേ ഇവിടെ ഒരു വലിയ മതലാണ് ഇങ്ങനെ വളഞ്ഞിരിക്കണം. ഇതൊക്കെ വന്ന് എന്ത് ചെയ്യും? എല്ലാം കൂടി ഇവിടെ വരും അല്ലേ? വരുമോ? വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച്. ഓക്കെ, ഇനി ഈ വെള്ളത്തിന് പകരം ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. എന്താണ് വിചാരിക്കുക? മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊക്കെ എന്താണ്? ഇലക്ട്രോൺ ആണ് വിചാരിക്കുക. ഇതൊക്കെ എന്താണ്? ഇലക്ട്രോൺ. അപ്പൊ കാന്തം ഇങ്ങനെ കൊണ്ടുവരണം, ഒരു കാന്തം നോർത്ത് സൗത്ത് കാന്തം. അപ്പൊ ഈ കാന്തത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, കാന്തിക മണ്ഡലം ഉണ്ടല്ലോ ഇല്ലേ? ആ കാന്തിക മണ്ഡലം ഇങ്ങനെ വരുമ്പോൾ ആ മണ്ഡലത്തിൽ നിൽക്കുന്ന ഇലക്ട്രോണിന് എന്ത് സംഭവിക്കും? അതിങ്ങനെ നീങ്ങി പോകും. കണ്ടോ? അങ്ങനെ എല്ലാ ഇലക്ട്രോണും ഈ സൈഡിലേക്ക് കൊടുക്കും. ശരിയോ? അപ്പൊ ഇലക്ട്രോൺ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്താൽ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് കറന്റ്. മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് കറന്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? കറന്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ സഞ്ചാരമാണ് എന്ത്? കറന്റ്. അപ്പൊ ഇലക്ട്രോണിനെ മൂവ് ചെയ്യാനായിട്ട് ആരാണ് ഫോഴ്സ് ചെയ്തത്? ബലം കൊടുത്തത് ആരാ? കാന്തം. മനസ്സിലായോ? ലൈക്ക് എ വാട്ടർ, കാന്തത്തിന്റെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോണിനെ ഇങ്ങനെ പുള്ള് ചെയ്തു. മനസ്സിലായോ? അപ്പൊ കാന്തം എന്ത് ചെയ്തു? ഒരു EMF ഉണ്ടാക്കി. എന്തുണ്ടാക്കി? EMF. ഈ കാന്തം ഈ ഇലക്ട്രോണിന് ഒരു പുള്ള് കൊടുത്താൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോ ഈ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യോ? ഇല്ലല്ലോ. കാരണം ഇത് നെഗറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യോ? ഇല്ല. ഇയാൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇയാൾ പേടിച്ചു കൊടുക്കും. കാരണം എന്താ? ഈ വരുന്ന ആൾ പിടിച്ച് തള്ളേണ്. ശരിയല്ലേ? പുറകിൽ ഒരു തള്ള്, വരുന്ന ആളുടെ തള്ള് ഇതും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് ഇയാൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇയാൾ കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു തള്ളു കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ തള്ളു കൊണ്ട് ഇത് മൂന്ന് ഇടിച്ച് ഇതും തള്ളി പോകും. സാർ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ സ്റ്റാർട്ടിംഗ് പൊട്ടൻഷ്യൽ, സ്റ്റാർട്ടിംഗ് ഫോഴ്സ് EMF അതാര് കൊടുക്കും? കാന്തം കൊടുക്കും. അപ്പൊ ആക്ച്വലി കാന്തം അവിടെ എന്താണ് ചെയ്യുന്നത്? EMF ഉണ്ടാക്കി. എന്തുണ്ടാക്കി? EMF. That EMF is known as induced EMF. അതിന്റെ പേരെന്താണ്? ഇൻഡ്യൂസ്ഡ് EMF. ഉണ്ടാക്കിയ EMF ആരുണ്ടാക്കി? കാന്തം ഉണ്ടാക്കി. പ്രേരിത EMF. പ്രേരിത EMF കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ കേട്ടിട്ടുണ്ടോ? പ്രേരിത EMF. ആ കാന്തം വരെയാണ്, കാന്തങ്ങൾ വരെയാണ്. ആ വരുമ്പോ കാന്തത്തിന് ചുറ്റുമുള്ള, നിങ്ങളിപ്പോ മറ്റേ ഈ സാധനം വരണ പോലെ എന്നിട്ടാണ് നമ്മുടെ ഈ റോഡൊക്കെ ടാറിയ സാധനത്തിന്റെ പേരെന്താ? വലിയ വണ്ടി ഉണ്ടല്ലോ, ഇഞ്ചൻ വണ്ടിയാ. പേര് മറന്നു. എന്തെങ്കിലും അവിടെ ആ അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഒരു സാധനം ഇരിക്കണോ? കാറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നീക്കി കൊണ്ടുപോകില്ലേ? ഇല്ലേ? നമ്മുടെ പറമ്പിലൊക്കെ തെങ്ങും അതോ ചെറിയ ഇതൊക്കെ വെട്ടിയൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട് മണ്ണൊക്കെ എടുത്തിട്ട്. എന്നിട്ട് അത് ഇങ്ങനെ ഒരു നീട്ട് ഇങ്ങനെ കൊണ്ടുപോയി സൈഡിലേക്ക് ഇടും ഇല്ലേ? അതുപോലെ കാന്തം നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന കാന്തം കാന്തത്തിന് ചുറ്റുമുള്ള ശക്തി വെച്ച് എന്താണ്? എല്ലാ ഇലക്ട്രോണും തള്ളി ഇങ്ങോട്ട് നീക്കിയാണ് കാന്തം. മനസ്സിലാവുന്നുണ്ടോ സാർ പറയണേ? അപ്പൊ ഇലക്ട്രോണിന് ഒരു തള്ളി ഇവിടെ കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോണിന് ഇവിടെയുള്ള ഇലക്ട്രോൺ തള്ളി ഇവിടെ ഇലക്ട്രോൺ മറ്റേ ഇലക്ട്രോൺ ഇപ്പുറത്തെ ഇലക്ട്രോൺ തള്ളി ഇങ്ങനെ തള്ളി എന്താണ്? ഇലക്ട്രോണൊക്കെ അങ്ങോട്ട് പോവാണ്. മനസ്സിലായോ? സോ ഇലക്ട്രോണിനെ മൂവ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് പൊട്ടൻഷ്യൽ ആര് കൊടുത്തു? കാന്തം കൊടുത്തു. അപ്പൊ കാന്തം അവിടെ ഉണ്ടാക്കിയത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കി. മനസ്സിലായോ? ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരിതം, ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺ പോയില്ലേ? ഇലക്ട്രോൺ മൂവ് ചെയ്ത കറണ്ട് അല്ലേ? ആ കറണ്ടിന്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, പ്രേരിത വൈദ്യുതി.
എന്താണ്? പ്രേരിത വൈദ്യുതി, ഇൻഡ്യൂസ്ഡ് കറന്റ്. പ്രേരിത വൈദ്യുതി, എന്റെ പേരെന്താണ്? പ്രേരിത വൈദ്യുതി, ഇൻഡ്യൂസ്ഡ് കറന്റ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ആദ്യം ഉണ്ടായത് എന്താ? ഇൻഡ്യൂസ്ഡ് കറന്റ് ആണോ ഇൻഡ്യൂസ്ഡ് EMF ആണോ? ഇൻഡ്യൂസ്ഡ് EMF. പ്രേരിത EMF. ഇതോ പ്രേരിത വൈദ്യുതി. അങ്ങനെ കാന്തം ഉപയോഗിച്ച് പ്രേരിത EMF ഉണ്ടാവുകയും പ്രേരിത EMF ഉപയോഗിച്ച് പ്രേരിത വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് ഉപയോഗിച്ച് ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുന്നു. This phenomenon is known as electromagnetic induction. എന്താണ് ഇതിന്റെ പേര്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതാണ് നമ്മുടെ ചാപ്റ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുത കാന്തിക പ്രേരണം. മനസ്സിലായോ? ക്ലിയർ? നമ്മളിവിടെ ചർച്ച ചെയ്തത് 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, EMF എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, ഇൻഡ്യൂസ്ഡ് കറന്റ് എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, പോസിറ്റീവ് ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് എന്താണ്, നോർത്ത് പോൾ എന്താണ്, സൗത്ത് പോൾ എന്താണ്. നോർത്ത് പോളിനും സൗത്ത് പോളിനും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നോർത്ത് പോളിനും സൗത്ത് പോളിനും ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യില്ല, സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യില്ല. ഒരേ ധ്രുവങ്ങൾ ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല, വ്യത്യസ്ത ധ്രുവങ്ങളെ അട്രാക്ട് ചെയ്യുള്ളൂ. ലൈക്ക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജിനെ പോലെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ?